നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഡിസേർവിംഗ് ആയ ഒരു അറ്റൻഷൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, അങ്ങനെ ഒരു പരാതി നേരിടുന്ന വ്യക്തിയാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഈ 3 മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന്, അവരുടെ ലൈഫിൽ നിങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആയി മാറുക. അതായത് 24/7 നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനൊരു മാറ്റം കൊണ്ടുവരിക. പക്ഷെ അത് കരുതി ടോക്സിക് ആവാനും നിൽക്കരുത്. തീർച്ചയായും ഹെൽത്തി ആയ രീതിയിൽ നിങ്ങൾ ഒരു അൺപ്രഡിക്റ്റബിൾ പേഴ്സൺ ആയി മാറാൻ വേണ്ടി ശ്രമിക്കുക. 2, ഹാവ് എ ലൈഫ് ഔട്ട്സൈഡ് ഓഫ് ഹെർ. ആ ഒരു വ്യക്തിയല്ല അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് പുറത്തും ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, ഫാമിലീസ് ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ കരിയർ, പാഷൻ, അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ ആ കാര്യങ്ങളിലേക്ക് കൂടി എൻഗേജ്ഡ് ആവാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ലൈഫ് ബിൽഡ് ചെയ്യുക. 3, മാച്ച് ഹെർ എനർജി. ആ വ്യക്തി എങ്ങനെയാണോ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് എനർജിയാണോ കിട്ടുന്നത്, അവരുടെ ആ ഒരു എനർജി, സെയിം വൈബ് നിങ്ങൾ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓവർ ഗിവ് ചെയ്യുന്നുണ്ട്, ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വൺ സൈഡഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ കാര്യത്തിന് ഒരു ചേഞ്ച് വരുത്തുക. പകരം അവരുടെ എനർജി മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. സോ ചേസിങ് അഫർമേഷൻ വേണ്ട ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. അഫർമേഷൻ അയച്ചു തരാം. ഒരു 21 days എങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക.